നമ്മുടെ കേരളീയ സമ്പ്രദായത്തിലെ പൂജാതത്വത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൂജാതത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരു രാജാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ദേവനെ ഒരു രാജാവായിട്ട് സങ്കല്പിക്കുക. നമ്മളെ രക്ഷിക്കുന്ന ഒരു രാജാവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ രാജാവ് നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെ സൽക്കരിക്കണം, അതുപോലെയാണ് ദേവനെ സൽക്കരിക്കുന്നത്. ആദ്യം രാജാവ് വീട്ടിൽ വന്നാൽ നല്ലൊരു കസേര ഇട്ട് കൊടുക്കുക. അതാണ് പീഠം എന്ന് പറയുന്നത്. പീഠം മണ്ണ്, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പീഠം ഉണ്ടാക്കുന്നത്. മണ്ണ് എന്ന് പറഞ്ഞാൽ ചന്ദനം, ജലം എന്ന് പറഞ്ഞാൽ ജലം, വായു എന്ന് പറഞ്ഞാൽ പൂവിനെയാണ് വായു എന്ന് പറയുന്നത്. വായു, ആകാശം, പിന്നെ ആകാശം, ജലഗന്ധ പുഷ്പ ധൂപ ദീപം, അതാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് പീഠമുണ്ടാക്കിയിട്ട് അതിലിരുത്തുക, രാജാവിനെ അതിലിരുത്തുക. അതിനാണ് പീഠപൂജ എന്ന് പറയുന്നത്. പീഠപൂജ കഴിഞ്ഞതിന് ശേഷം പീഠത്തിലിരുത്തിയിട്ട് നമുക്ക് ചന്ദനം തൊടിയിക്കുക, അങ്ങനെ പൂജിക്കുക. പീഠത്തിലിരുത്തി പൂജിക്കുക, അതാണ് പീഠപൂജ എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് ആവാഹനമാണ്. ആവാഹനം എന്ന് പറഞ്ഞാൽ രാജാവിനെ ആവാഹിച്ച് ആ പീഠത്തിലിരുത്തുക, അതാണ് വേണ്ടത്. രാജാവിനോട് ആ പീഠത്തിലിരുന്നോളാൻ പറയുക. പീഠത്തിലിരുത്തി രാജാവിനെ നമുക്ക് കഴിയുന്ന പോലെ അലങ്കരിക്കുക. മാല ചാർത്തുക, ചന്ദനം തൊടിയിക്കുക, അങ്ങനെയൊക്കെ. അതാണ് ആവാഹനം, ആവാഹന പൂജ. ആവാഹിച്ചിട്ടുള്ള പൂജയാണത്. ആവാഹന പൂജ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കൊടുക്കുക, അതാണ് നിവേദ്യം കൊടുക്കുക. നിവേദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം. നമ്മുടെ സങ്കടങ്ങളൊക്കെ രാജാവിനോട് പറയുക, അതാണ് അടച്ച പൂജ എന്ന് പറയുന്നത്. അതപ്പോൾ പീഠപൂജ, ആവാഹന പൂജ, പിന്നെ പ്രസന്ന പൂജ എന്ന് പറയും. പ്രസന്ന പൂജ എന്ന് പറഞ്ഞാൽ അടച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ രാജാവിനോട് പറയാം. എനിക്ക് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോലെ രാജാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. രാജാവിന് നല്ല കീർത്തനങ്ങൾ പാടിക്കൊടുക്കുക, രാജാവിനെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെ രാജാവിനെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുക. ഈ കേരളീയ സമ്പ്രദായത്തിൽ പൂജ കഴിഞ്ഞാൽ പിന്നെ ഉദ്വസിക്കുന്ന സമ്പ്രദായമില്ല. പീഠപൂജ വിഗ്രഹമാണെങ്കിൽ ഉദ്വസിക്കേണ്ട ആവശ്യമില്ല. അതാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇത്ര ചൈതന്യം വരുന്നതാണ്. മഹാക്ഷേത്ര ഉദയാസമയ പൂജ എന്നൊക്കെ പറഞ്ഞാൽ 18 പൂജ, 21 പൂജയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ 21 പൂജയിലും നമ്മൾ ദേവചൈതന്യത്തിന് ആവാഹിക്കുന്നുണ്ട്. പീഠപൂജ ചെയ്തിട്ട് ദേവചൈതന്യത്തിന് ആ പീഠത്തിലേക്ക് ആവാഹിക്കുന്നുണ്ട്, ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നുണ്ട്. അപ്പോൾ 21 പ്രാവശ്യം ദേവചൈതന്യം ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കും. അന്നപ്പോൾ ചൈതന്യം വർദ്ധിക്കും. ഓരോരോ പ്രാവശ്യവും ആവാഹിക്കുമ്പോൾ ദേവൻ്റെ ചൈതന്യം വർദ്ധിക്കും. അതാണ് മഹാക്ഷേത്രത്തിൽ ഇത്ര ചൈതന്യം ഉണ്ടാകുന്നത്. മഹാക്ഷേത്രത്തിൽ ആളുകൾ വരുന്നത് അതൊക്കെ അതാണ്. പൂജേൻ്റെ എണ്ണം കൂടുതൽ നിൽക്കണോ, ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും. ഓരോരോ ദിവസവും ഇങ്ങനെ വർദ്ധിക്കും. അതാണ് ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്. പിന്നെ പലതരത്തിലുള്ള പൂജകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പൂജകളാണ്.
ഇതുപോലുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.